നിനക്ക് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് അറിയോ? അറിയാം. എന്തിനാ? ഇന്നെനിക്ക് ശമ്പളം കിട്ടി. വീട്ടിലേക്ക് മണി ഓർഡർ അയക്കാനാ. പോസ്റ്റ് ഓഫീസ് എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നാളെ ജോലിക്ക് പോകുന്ന വഴി പൈസ അയക്കാമല്ലോ. ആദ്യത്തെ ശമ്പളമല്ലേ, ഭഗവാന്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കും. ചെറിയൊരു തുക ഭഗവാന് സമർപ്പിക്കുകയും വേണം. എടുത്തു വെച്ചാ മതി. എന്നിട്ട് എന്നെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോ ഭണ്ഡാരത്തിലിടണം. കുചേലന്റെ കഷ്ടപ്പാടുകൾ മാറ്റിക്കൊടുത്ത ആളാ. അയ്യോ, അതെവിടെ പോയി? എന്താ പാറു? ശമ്പളം കിട്ടിയ പൈസ ഞാൻ ഇതിലാ വെച്ചത്. ഇപ്പൊ കാണുന്നില്ല. കാണുന്നില്ലേ? എവിടെ പോവാനാ? ശരിക്കും നോക്ക്. ഈശ്വര, എന്റെ പൈസ മീര ഞാൻ ഇതിലാ വെച്ചത്. ഐഷ, എന്റെ ശമ്പളം കിട്ടിയ പൈസ കാണുന്നില്ല. നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്ക. ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. വെച്ച സ്ഥലം നീ മറന്നു പോയതാവും. ഐഷ, വാ നോക്കാം. വാ. ഇവിടെങ്ങും കാണുന്നില്ലല്ലോ പാറു. 15,000 രൂപയുണ്ട്. നടു ഒടിഞ്ഞ ജോലി ചെയ്തതിന് എനിക്ക് കിട്ടിയ ശമ്പളം. അതെവിടെയാ പോയത് എന്റെ ഈശ്വര? പാർവതി, ആദ്യം നിന്റെ കരച്ചിലൊന്ന് നിർത്ത്. എന്നിട്ട് സമാധാനായിട്ടൊന്ന് ഓർത്തു നോക്ക്. ഗാർമെന്റ്സിൽ തന്നെ നീ എവിടെയെങ്കിലും വച്ചിട്ടുണ്ടാവും. അത് നീ മറന്നുപോയതായിരിക്കും. നീ ശരിക്കും ഒന്ന് ഓർത്തു നോക്കിയേ. ഇല്ല മീര, അവിടെ എവിടെ ഞാൻ വച്ചിട്ടില്ല. പൈസ എണ്ണി നോക്കിയിട്ട് ഇതിൽ തന്നെ ഞാൻ വച്ചത്. വരുന്ന വഴിക്ക് റൗഡികളുമായി എന്തോ പ്രശ്നം ഉണ്ടായെന്ന് നീ പറഞ്ഞില്ലേ? ആ ബഹളത്തിനിടയിൽ ഈ സഞ്ചി നിന്റെ കയ്യിൽ നിന്ന് വീഴുകയോ മറ്റോ ഉണ്ടായോ? സഞ്ചി താഴെ വീണിരുന്നു. പക്ഷെ ഞാൻ അപ്പൊ തന്നെ ഓടിപ്പോയി എടുത്തു. അപ്പോഴെല്ലാം എന്റെ പൈസ സഞ്ചി തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആ കാശ് എവിടെയെങ്കിലും കളഞ്ഞുപോയോ? ശരിക്കൊന്ന് ഓർത്തു നോക്ക്. കൈലാസ് സാർ എന്നെ രക്ഷിക്കാൻ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. കൈലാസ് സാറിന് പരിക്ക് പറ്റി ഹോസ്പിറ്റലിലോ ഓട്ടോയിലോ തിരിച്ചു വരുന്ന വഴിയിലോ എവിടെയോ എന്റെ പൈസ കളഞ്ഞു പോയി. എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ കരയല്ലേ പാർവതി? ആ കാശ് നഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടാവില്ല പാർവതി. അത് നിനക്ക് തിരിച്ചു കിട്ടും. ദൈവം എന്തിനെപ്പോഴെപ്പോഴും എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് മീര? സുന്ദരേശം പലിശക്കാശ് ചോദിച്ചു വരും. എന്റെ മണി ഓർഡർ വരുന്ന പ്രതീക്ഷിച്ചിരിക്കായിരിക്കും അച്ഛനും അമ്മയും ചേച്ചിയും. എല്ലാവരുടെയും മുന്നില് എന്റെ അച്ഛൻ നാണം കെട്ട് നിന്നതാ. വീണ്ടും അതുപോലെ നിൽക്കേണ്ടി വന്നോ? എന്റെ അച്ഛനത് സഹിക്കാൻ പറ്റില്ല. അമ്മയ്ക്കും ചേച്ചിക്കും ഒന്നും സഹിക്കാൻ പറ്റില്ല. ഇത് ഞാൻ എന്താ ചെയ്യാം? അതെടുക്ക ഐഷ. പാർവതിയുടെ അച്ഛനാ. ഐഷ, നീ എടുക്കണ്ട. ഫോൺ സൈലന്റ് ആക്ക. എന്താ അച്ഛാ? പാറു ഫോൺ എടുക്കുന്നില്ല. ഒന്നുകൂടെ വിളിച്ചു നോക്ക്. അച്ഛൻ വീണ്ടും വിളിക്കും. എന്റെ അച്ഛനോട് ഞാൻ എന്താ പറയാ? അയ്യോ, അച്ഛൻ തന്നെയാ. ഫോൺ ഓഫ് ചെയ്. വേണ്ട, എനിക്ക് എന്റെ അച്ഛനോട് സംസാരിക്കണം. ഈ അവസ്ഥയിൽ നീ എന്താ പറയാ പാർവതി? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എന്റെ അച്ഛനോട് സംസാരിക്കണം. ഫോൺ താ. ഹലോ അച്ഛാ. മോളെ, അച്ഛൻ സ്പീക്കറിലിട്. മോളെ പാറു, ആദ്യം വിളിച്ചപ്പോ നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ? അച്ഛാ, നിന്റെ ശബ്ദമൊക്കെ മാറിയിട്ടുണ്ടല്ലോ. എന്താ മോളെ, എന്തെങ്കിലും വയ്യായി ഉണ്ടോ? ഒന്നുമില്ല അച്ഛാ. അയ്യോ പാറു, മോളെ പാറു, മോളെ 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 എന്തിനാ കരയുന്നേ? എന്തിനാ നീ കരയുന്നേ? പാറു, മോളെ
മോളെ പാറു കരയാതെ കാര്യം പറ. എന്തിനാ നീ കരയുന്നേ? എനിക്കിന്ന് ശമ്പളം കിട്ടിയമ്മേ, ആദ്യത്തെ ശമ്പളം. പക്ഷെ ആ പൈസ മുഴുവനും ഞാൻ എവിടെയോ കൊണ്ടുപോയി കളഞ്ഞു. നീ എന്താടി പറയുന്നേ? ദേഷ്യം വരുമ്പോ അമ്മ പറയാറില്ലേ ഞാനൊരു വകയ്ക്ക് കൊള്ളാത്തവളാന്ന്? അത് സത്യം അമ്മ, ഞാൻ വകയ്ക്ക് കൊള്ളാത്തവളാ. മോളെ കിട്ടിയ ശമ്പളം പോലും സൂക്ഷിക്കാൻ അറിയാത്ത വിവരം കിട്ടവളാ. സാരമില്ല മോളെ, മോൾ കരയണ്ട. വീട് സുന്ദരേശം കൊണ്ടുപോയിട്ടും നമ്മൾ പിടിച്ചു നിൽക്കുന്നില്ലേ? അതിലും വലുതല്ലല്ലോ ഇത്. സുന്ദരേശന് പലിശ കൊടുക്കാനുള്ള കാശ് അച്ഛൻ ഉണ്ടായിക്കോളാം. മോള് കരയില്ലേ? അച്ഛൻ പറഞ്ഞ എന്റെ മോള് കേക്കില്ലേ? കരച്ചിൽ നിർത്ത് മോളെ. പാറു, നമ്മളിനി എന്താ ചെയ്യുക? നേരം വെളുത്താൽ പലിശക്കാശ് ചോദിച്ച് സുന്ദരേശൻ ഈ ഉമ്മറത്ത് വന്ന് നിൽക്കും. അയാളോട് നമ്മളിനി എന്താ പറയുന്നത്? എനിക്കൊന്നും അറിയുന്നില്ല എന്റെ ദൈവമേ. അമ്മേ, എന്റെ ദൈവമേ, എനിക്ക് വയ്യേ, എനിക്കിതൊന്നും സഹിക്കാൻ വയ്യേ. നിന്നെയൊക്കെ പണിയേപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഒരു പെണ്ണിന്റെ കൈയും കാലം തല്ലി ഓടിക്കണം, അരജീവൻ ബാക്കി വെച്ച് അവളെ വിട്ടയക്കണം. അതല്ലേ ഞാൻ നിങ്ങളെയൊക്കെ ഏൽപ്പിച്ച ജോലി. എന്നിട്ട് അവളുടെ നിഴലിനെങ്കിലും തൊടാൻ കഴിഞ്ഞോ നിങ്ങക്ക്? ഗുണ്ടകളാണത്രേ, ഗുണ്ടകള്. ഒരു കാശിനും കൊള്ളാത്ത ഗുണ്ടകള്. ഒരു പെണ്ണിനെ ചൂണ്ടിക്കാണിച്ച് എന്നിട്ട് കൊല്ലാക്കൊല ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? അവക്ക് 2 ബോഡി ഗാർഡ് ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. എവിടെന്നാ 2 ചാടി വീണത് ഞങ്ങൾക്കറിയില്ല. എടാ, റോഡിൽ വെച്ചാണ് അറ്റാക്ക് ചെയ്യുന്നത്. ആരെങ്കിലും ചാടി വീണ് അവളെ രക്ഷിക്കാൻ ചാൻസ് ഉണ്ടെന്ന് നീയൊക്കെ മുൻകൂട്ടി കാണണമായിരുന്നു. അവൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതു കൊടുക്കാതെ വെട്ടി അരിയണമായിരുന്നു. പോയടാ, കുറെ ഗുണ്ടകൾ നടക്കണം. പോ 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 പോ. എടാ, ഒരു പണിക്കിറങ്ങുമ്പോ അതിന്റെ എല്ലാ വശങ്ങളും ആലോചിച്ചിട്ട് വേണം ഇറങ്ങാൻ. ആവേശം കാണിച്ചെടുത്ത് ചാടുകയല്ല വേണ്ടത്. അങ്ങാടി തോറ്റേന് അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞ പോലെ പാർവതിയെ തൊടാൻ കഴിയാത്തതിന്റെ ദേഷ്യം കൈലാസനോട് തീർത്തിരിക്കുന്നു. എടാ, അല്പമെങ്കിലും ബുദ്ധിയുണ്ടോ നിനക്ക്? എടാ, പാർവതിക്ക് നേരെ തിരിഞ്ഞാൽ അത് അവൻ എങ്ങനെ മണത്തറിയണേന്ന് എനിക്കറിയില്ല. അതിന്റെ ഇടയിലൊക്കെ അവൻ കയറി വന്നിരിക്കും. എനിക്ക് മാത്രമല്ല, മുക്തയ്ക്കും കരുണാകരൻ സാറിനൊക്കെ അത് അനുഭവമുണ്ട്. പാർവതി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആദ്യം കൈലാസനെ കൊണ്ടുള്ള ശല്യം അവസാനിപ്പിക്കണം. അവന്റെ ദേഹത്ത് ഞാൻ മനഃപൂർവ്വം വണ്ടിയിടിച്ചതൊന്നുമല്ല. പക്ഷെ ഇപ്പൊ അത് നന്നായെന്ന് എനിക്ക് തോന്നുന്നത്. പാർവതിയുടെ കാര്യത്തിൽ മാത്രമല്ല അവൻ എന്റെ വഴിക്ക് കുറുകെ നിൽക്കുന്നത്. ഗാർമെന്റ്സിന്റെ മൊത്തം ഉത്തരവാദിത്തം അവൻ സ്വയം ഏറ്റെടുത്തിരിക്കുക. എനിക്കിപ്പോ സെയിൽസിന്റെ ചുമതല മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ അവൻ ഗാർമെന്റ്സിൽ വരാൻ തുടങ്ങിയത് മുതൽ ഞാൻ അവിടുത്തെ വെറും എംപ്ലോയി ആയി മാറിയെന്ന്. പൊന്നു കായ്ക്കുന്ന മരമായാലും പുരപ്പുറം ചാഞ്ഞാൽ വെട്ടണ്ടേ? ഞാനതാ ചെയ്തത്. ആ ഇടിയിൽ അവൻ ചാവേണ്ടതായിരുന്നു. പക്ഷേ അവൻ ഒടുക്കത്തെ ആയുസ്. നീ ഈ കാണിച്ചത് വലിയ ഹീറോയിസ് ആയിട്ട് നിനക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ നീ കാണിച്ചത് അസല് മണ്ടത്തരോ. എടാ, അവനെ കൊല്ലാൻ വേണ്ടിയാണോ അവൻ പഠിക്കുന്ന കോളേജിൽ തന്നെ നിനക്കും പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നത്? അവന്റെ ഫ്രണ്ട്ഷിപ്പ് നേടാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നത് ഇതിനു വേണ്ടിയായിരുന്നു? അവന്റെ കൂടെ നടന്ന് നീ ആ ഗാർമെന്റ്സിൽ കയറിപ്പറ്റി. അവിടുന്ന് കയറ്റി അയക്കുന്ന തുണിത്തരങ്ങളെ മറയാക്കി നമ്മൾ നമ്മുടെ ബിസിനസ് വളർത്തി. കൈലാസനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് നീയാണെന്ന് അവനോ പീക്കാറോ അറിഞ്ഞ ആ നിമിഷം നീ ചെയ്യില്ല. നീ മാത്രമല്ല, ഞാനും.